ഹലോ നമസ്കാരം ഗൈസ്, നല്ലൊരു ഒത്തൊരുമ അല്ലേ? അതെ അതെ ഈ ഒരു ടീമിന്റെ രക്ഷപ്പെട്ടു പോണേ ഇപ്പൊ എരുമയുള്ളതുകൊണ്ട് ഒരുമപ്പുറത്തും കിടക്കാം. നല്ല ഇവൻ കിടക്കുന്ന എരുമയുടെ കൂടെ, അതാണ് ആ ഓർമ്മ അവന്. അയ്യോ അല്ല. അപ്പൊ നമ്മൾ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ റൗണ്ട് എന്താണ്? സാലഡ് റൗണ്ട്. സാലഡ് റൗണ്ട്. എനിക്ക് തോന്നുന്നു മറ്റാരും ഒരു ടീം എടുക്കാത്ത ഒരു റിസ്കി ആയിട്ടുള്ള ഒരു ഫാക്ടർ. ഒരുപാട് സമയം വേണ്ടാതെ ഞങ്ങൾക്ക് അരി വെക്കാനായിട്ട് ഏറ്റവും മടിയായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് ഞങ്ങൾ. സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഇൻസ്റ്റാഗ്രാം നോക്കണം, റീൽസ് കാണണം, ആൾക്കാരെ പറ്റി പരദൂഷണം പറയണം, ഗോസിപ്പ് പറയണം, ഒന്നായിട്ട് മൂന്നായിട്ട് പറയണം. ചെറിയൊരു മിനി ബിഗ് ബോസ് ഇവിടെ നമുക്ക് നടത്തണം. അതെ, അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, സമയം ഒട്ടുമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തീർത്തിട്ട് പോയിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് തീർക്കാൻ പറ്റിയ, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ട് ഈ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതും ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും, പക്ഷെ ഇത് വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് നമ്മൾ തരുന്നത്. അതെ, മറ്റേത് പണ്ടത്തെ പോലെ ടൈം ഒന്നും വേണ്ടാണ്ട് പെട്ടെന്ന് നമുക്ക് നല്ല പ്രോട്ടീൻ, ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡ്, ഒരു സാലഡ് ആണ്. അപ്പം നിങ്ങൾക്ക് ആർക്കും പരീക്ഷിക്കാം. ഇനിയിപ്പം നിങ്ങൾ 4 വയസ്സായ കൊച്ചാണെങ്കിൽ പോലും പരീക്ഷിക്കാം നിങ്ങൾക്ക്. അതെ അതെ, അതുപോലത്തെ ഫുഡാണിത്. മൂന്നാം വയസ്സിൽ നീന്തിക്കൊണ്ടിരുന്നോളാണ്. അതെ, 3-ാമത്തെ വയസ്സിൽ അച്ഛൻ എന്നെ ഓടിക്കാറുണ്ടായിരുന്നു ഗ്രൗണ്ടിൽ കൂടെ. ഓർക്കുന്നുണ്ടോ അത്? നിന്റെ അച്ഛൻ ഓടിച്ച് ഞാൻ തന്നെ ഓർക്കണത്. ഓ, ഈ അച്ഛൻ കൗണ്ടർ പണ്ടേ. പിന്നെ വേറൊരു കാര്യം എന്നുള്ളത്, ഗ്യാസിന്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞാല് ഞങ്ങളുടെ എല്ലാം നിങ്ങളിപ്പോ വീഡിയോയിൽ കാണുന്നുണ്ട്, ഇതെല്ലാം ഞങ്ങൾക്കൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. പക്ഷെ ആ പരിപാടി നീണ്ടു പോകണം, നിങ്ങൾക്ക് കണ്ടിട്ട് എന്റർടൈൻമെന്റ് വേണം എന്നുള്ളത് കൊണ്ട് ഞങ്ങള് നിങ്ങളെ മാക്സിമം ചളിയടിച്ച് ലാഘടിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഞങ്ങൾക്ക് ടൈം കുറച്ച് വേണം എന്നാണ് ഞങ്ങളുടെ ആൾക്കാർ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സംസാരിച്ചിരുത്തി സമയം കളഞ്ഞിട്ട് ഇത് വെക്കാനാണ് പ്ലാൻ. കാരണം കംപ്ലൈന്റ് വന്നായിരുന്നു, നാദ്ര കരഞ്ഞൊരു എപ്പിസോഡ്. എന്റെ നാദ്രനെ കരയിപ്പിച്ചു നിങ്ങളല്ല അവർ. ഇതിനെല്ലാം കൂടി ഒരു മറുപടി ആയിരിക്കും ഈ എപ്പിസോഡ് അല്ലേ? അത് ഉറപ്പായിട്ടും. അതെ, എന്ന് പറയുമ്പോഴത്തേക്ക് ടൈം എടുത്തു എന്നുള്ള പേരിലാണല്ലോ മറ്റ് കണ്ടസ്റ്റൻസ് നമ്മളെ വഴക്ക് പറഞ്ഞു, നമ്മൾ പുറത്താക്കാൻ ശ്രമിച്ചത്. അവരുടെ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം ഞങ്ങൾ ഇടും, നിങ്ങൾ അവരെ പോയിട്ട് ചീത്ത വിളിക്കുക, ഇല്ലെങ്കിൽ അക്കൗണ്ട് റിപ്പോർട്ട് അടിച്ച് ബ്ലോക്ക് കളയുക. എല്ലാവരും പ്രത്യേകിച്ച് നവീൻ അറക്കലാണ് ഇതിന്റെ മുന്നോടിയായിട്ടുള്ളത്. തൊട്ടപ്പുറത്തുണ്ട്. സോ പിന്നെ ഇതിന് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ബൗള് മാത്രമാണെന്നുള്ളത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മൾ നേരത്തെ കട്ട് ചെയ്തു. കാരണം നിങ്ങൾ പറയൂ, സമയം നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഉണ്ടാക്കിയിട്ട് നമുക്ക് പോവാല്ലേ? അതെ, ഇനി നിങ്ങൾക്ക് ഞങ്ങളെ കണ്ടോണ്ടിരിക്കണം. പോവാല്ലേ? അതെ, പാക്കപ്പ് ലൈൻ കട്ട് പറഞ്ഞു പോവാം നമുക്ക്. ആക്ഷൻ കട്ട്. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസും, പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാലഡിന്റെ പേര് എഗ് സാലഡ് എന്നുള്ളതാണ്. എഗ് സാലഡ്, ഹൈ പ്രോട്ടീൻ എഗ് സാലഡ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന് വേണ്ട പ്രധാനപ്പെട്ട സാരി ഉണ്ട്, സാരി എടുത്തിട്ടുണ്ട് ഞാൻ. മുട്ട, അടുത്ത് പറയൂ. മുട്ട, ക്യാബേജ്, ക്യാരറ്റ്, കുക്കുംബർ, ഞാൻ എക്കോയോ, ടൊമാറ്റോ, ഓണിയൻ, കൊറിയാണ്ടർ ലീഫ്, വൈറ്റ് പെപ്പർ, ബ്ലാക്ക് പെപ്പർ, സോൾട്ട് ഫോർ റിഫ്രഷ്മെന്റ്, ലെമൺ, എഗ് ആൻഡ് നാദിറ വിത്ത് വിഷ്ണു ജോഷി. ഓക്കെ, അപ്പൊ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു എഗ് സാലഡ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പ്രധാനപ്പെട്ട വസ്തു ഈ ഒരു ബൗളും നിർബന്ധമാണ്. പിന്നെ ഇതൊക്കെ ഇല്ലെങ്കിൽ സാരിത്തുമ്പിലിട്ട് 2 ക്യാബേജ് തുടങ്ങാം. നാദ്ര ക്യാരറ്റ് എടുത്തോണ്ട് ഞാൻ ക്യാബേജ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇത് ഇത്ര എടുക്കണോ? നമ്മളൊരു ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ എടുക്കുക, ഇത് കുഴപ്പമില്ല, അനാവശ്യത്തിനായിക്കോളും. കാരണം ഇത് ഒരു വെജിറ്റബിൾ സാലഡ് അല്ലേ. ഇത്ര എന്തോരം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക്. അതനുസരിച്ച് ഉപ്പിടണം, അതിലാണ് നമ്മളെപ്പോഴും ഫ്ലോപ്പ്. ഉപ്പിടാൻ അറിയില്ല. നിങ്ങൾ ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. ഇതെടുക്കും, ഒരുപാട് ഉണ്ട്. മതി എന്ന് പറഞ്ഞാൽ നിർത്തരുത്, ആണുങ്ങളെ വാക്ക് കേൾക്കരുത് എന്നുള്ള. സ്ത്രീകൾ എപ്പോഴും മുന്നോട്ട് നിൽക്കണം. ഇതിന്റെ കമന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ തന്നെ. ഓണിയൻ ഇട്ടെ, ഞാൻ ഓണിയൻ, കുക്കുംബർ. ഞാൻ സ്റ്റേറ്റ്സിലാട്ടോ പഠിച്ചത്, അതിന്റെ ആണ് എന്റെ ഇംഗ്ലീഷ്. അതെ, ഇത്രയും മതിയോ? കുക്കുംബർ, that's fine. ടൊമാറ്റോ, നീ പോയി മുട്ട ലാസ്റ്റ് ഇടാം. we'll put on the മുട്ട in the last. okay, let's do find the tomato. It's fine. You go and cut the egg and only the white stone. ഈ വൈറ്റ് ചേട്ടനോട് നമുക്ക് ഇതിന് മഞ്ഞ ആവശ്യമില്ല. താളമടി. നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞയുടെ ആവശ്യമില്ല, അതുകൊണ്ട് മഞ്ഞ ഞങ്ങൾക്ക് കഴിക്കണം. ബാക്കി വെള്ളം മാത്രം അതിനകത്ത് ഇട്ടാൽ നിർബന്ധം. എല്ലാവർക്കും തെറ്റിദ്ധാരണ ഉണ്ട്, മഞ്ഞ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ള. ഒരിക്കലും അല്ല കേട്ടോ. കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്കും ഈ പറഞ്ഞ പോലെ ഹാർട്ടിന് കൂടുതൽ പ്രശ്നങ്ങൾ, ബ്ലോക്ക് ഉള്ളവർക്കൊക്കെയാണ് മുട്ടയുടെ യോക്ക് പ്രശ്നമുള്ളത്. ഏറ്റവും കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പ്രശ്നമുള്ളത്. അല്ല,
ഏറ്റവും കൂടുതൽ ഇവളുടെ കൂടെ നിന്ന് എൻ്റെ തലയും കൂടി തിരിഞ്ഞു പോകണം. ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് ഉള്ളത് എഗ്ഗിലും എഗ്ഗ് യോക്കിലും ആണ്. സോ ബെസ്റ്റ് ആണ് അത് ആക്ച്വലി. പിന്നെ ഹൈ കൊളസ്ട്രോൾ ഉള്ളവർ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ എഗ്ഗ് വൈറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ചുമ്മാ പറഞ്ഞേ ഉള്ളൂ അവൻ. എടാ ഇത്ര മതിയാവും നമുക്ക്? അത് മതി, വലിയ കുറച്ച് സാധനമായി പോയില്ലേ. കാരണം അപ്പുറത്ത് ഇപ്പുറത്തുള്ളവർക്കൊക്കെ കൊടുക്കണേ. നമ്മൾ പണ്ട് ഓണത്തിന് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഫുഡ് വാങ്ങിക്കൊടുക്കുന്ന കണക്ക് അവരൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കാനുള്ളതാ. നമ്മളിനി എന്താ ചെയ്യണ്ടേ? നമ്മളിനി എന്ത് ചെയ്യണമല്ലോ അഭിനയിക്കാം. മുട്ട പുഴുങ്ങണ്ടേ? അതെ, നമുക്ക് ഇതിട്ട് കിണ്ട, അല്ലെങ്കിൽ കിണ്ടിയ ഇളകിപ്പോ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വെറുതെ ഇരിക്കുന്ന പാനിലിട്ട് കിണ്ടണം. ഈ കിണ്ടൽ വാക്ക് നിങ്ങൾ താഴെ കമന്റ് ഇടണം. കിണ്ടുക എന്നുള്ള വാക്കൊക്കെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കണതല്ലേ? കിണ്ടൽ എന്ന് പറഞ്ഞപ്പോഴേ കൊണ്ടല്ലൊരു പാട്ട് ഓർമ്മ. കടലമ്മ കരഞ്ഞല്ലേ കൊണ്ടത്, കൊണ്ടത് പെറ്റത്. യെസ്, ഹാവ് എ ടീ ബ്രേക്ക്. ബാക്കി ഞങ്ങൾ മുട്ട ഒഴുകിയിട്ട് വരാം. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി മുട്ടയും കൂടി ആഡ് ചെയ്താൽ മതി. മുട്ട ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പുഴുങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എഗ് വൈറ്റ്സ് ആണ് ചേർക്കുന്നത് സാലഡിന്. ഈ യോക്ക് കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡാണ്. പക്ഷേ ഹൈ കൊളസ്ട്രോൾ ഉള്ളവർക്കും പിന്നെ എന്താ പറയുക ബ്ലോക്സ് ഉള്ള ഹാർട്ട് ഡിസീസ് ആയിട്ടുള്ള മുഖക്കുരുള്ളവർക്കും ബ്ലോക്ക് ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ആക്ച്വലി യോക്കൊക്കെ. മൂക്കുരുള്ളതല്ല, ഞാൻ ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ് ഇത്. മഞ്ഞ അല്ല, ഞാൻ മൂക്കുരുള്ളൊരു മഞ്ഞ കഴിക്കാൻ പറ്റില്ലല്ലോ. അത് കുഴപ്പമൊന്നുമില്ല, നല്ല ഫാറ്റാണ്. ഫാറ്റ് കൊണ്ടാണ് ഈ മോക്കുരു വന്നതെന്നാണ് എല്ലാവരുടെ ഡൗട്ട്. അതെ, ഒഴിവാക്കിയാലും വലിയ പ്രശ്നമില്ല. ഒരെണ്ണമൊക്കെ കഴിക്കണോണ്ടും കുഴപ്പമൊന്നുമില്ല. സോ യെസ്, നമുക്കത് പൊട്ടിച്ച് ഉണ്ടാക്കാം കേട്ടോ. വൈറ്റ് മാറ്റാം, ശ്രദ്ധിക്കുക. നീ വേർതിരിക്കാണ്ട് ബാക്കിയുള്ള മുട്ടയും കൂടി ഈ ഇതാക്കിയേ, സെറ്റാക്കിയേ. ഞാൻ മുട്ട തൊട്ട യോക്ക് മാറ്റിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? എനിക്ക് ഇഷ്ടപ്പെടും, നീ അല്ലേ തൊടുന്നത്. വേണ്ട ചായ, എനിക്ക് മുട്ട അരിയുന്നത് കാണണം. കാരണം ഇത് ഇത്രയും വെജിറ്റബിൾസ് ഞാൻ നീ ഓൾറെഡി കണ്ടിട്ടുള്ളതല്ലേ അത്. എന്ത് മുട്ട അരിയുന്നത്? എന്ത് മുട്ട? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഇവന് പണ്ട് ദുബായിൽ പണി ഉണ്ടായിരുന്നു മുട്ടരിയിൽ. അതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്ക്. പണ്ടിന് ദുബായിൽ ഷെയ്ഖന്മാരുടെ ഒട്ടകത്തിന്റെ മുട്ടരിയിൽ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം വിഷ്ണു മുട്ട കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ബാക്കി വന്ന മഞ്ഞ, പിന്നെ അതിൻ്റെ കുറച്ച് വെള്ള തന്നെ, അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് ബ്ലാക്ക് പെപ്പർ ഇട്ട്. ഫുഡിന്റെ മുമ്പിൽ നിന്ന് കഴിക്കല്ലോ കേട്ടോ. ഫുഡിന്റെ മുമ്പിൽ നിന്ന് കഴിക്കല്ലോ. നമ്മൾ കഴിച്ചു തുടങ്ങിയില്ല ഞാൻ. ദൈവമേ, അല്ല എനിക്ക് പ്രശ്നമില്ല. വൈറ്റ് പെപ്പർ നമ്മളെ കമന്റ്സിൽ ചീത്ത വിളിക്കും. നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ അറിയാലോ. പിന്നെന്താ, നിനക്ക് വേണ്ടല്ലോ. വേണടാ, എന്നിട്ട് മാറി നമുക്ക് കഴിക്കാം. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ബീനജി സമ്മതിക്കണില്ല. യെസ് ഗൈസ്, നമ്മൾ അരിഞ്ഞു വെച്ച എഗ്ഗ് നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്യുവാണ്. താഴെ വെക്കും. വളരെ ഇപ്പോൾ കണ്ടല്ലോ സ്ത്രീ വിരുദ്ധത പറഞ്ഞത്. എന്നിട്ട് ഞാൻ വിഷ്ണുവിന് ഒരു പണി കൊടുക്കാം. വിഷ്ണു ഈ നാരങ്ങ അരിയണം. എനിക്ക് സത്യം പറഞ്ഞാൽ അരിയാൻ ഇഷ്ടമേ അല്ല. പെട്ടെന്ന് എടുത്ത ഉടനെ അടുത്ത പണി തരാന്ന് പറഞ്ഞ പോലെയാണ്. അതെ, ഈ അരിയൽ പരിപാടിയൊക്കെ വിഷ്ണു ചെയ്തോളും. അപ്പൊ ഇവർ ചോദിക്കും, നേരത്തെ നീ പറഞ്ഞ നീയല്ലേ വെജിറ്റബിൾ അരിഞ്ഞത്? സത്യമാണ്, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് അരിഞ്ഞു. ഏത് വെജിറ്റബിൾ? ഇതൊക്കെ ഇവിടുത്തെ ചേട്ടന്മാര് സഹായിച്ചു എന്നെ. പിന്നൊരു കാര്യം എന്നുള്ളത്, ഇത് ഇനി മിക്സ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച്, വളരെ പൊളൈറ്റ് ആയിട്ട്, വളരെ സ്നേഹത്തോടെ തലോടുക എന്നുള്ളതാണ്. ഓക്കെ, നാദ്ര സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അതെ, ഫീസ് ഒന്നും വേണ്ട, നിങ്ങൾ വെറുതെ ഇതൊന്ന് മിക്സ് ആക്കിയേ. ശ്രദ്ധിച്ച് മിക്സ് ആക്കണം, നല്ലപോലെ ചെയ്യടി അങ്ങോട്ട്. അങ്ങനെ ഇവൻ പറയുന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുട്ട അവസാനം ഒഴുകും ഇതിൽ കിടന്ന്, വളരെ ലൈറ്റായിട്ട്. മുട്ട അറിയരുത് മുട്ടയെ തൊട്ടു എന്നുള്ളത്. നാരങ്ങേരി ശിവമണിയാ. നാരങ്ങല്ല, നീ വൈറ്റ് പെപ്പർ, നമുക്കിനി കുറച്ച് വൈറ്റ് പെപ്പർ ആഡ് ചെയ്യാം, ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്യാം, സോൾട്ട് ആഡ് ചെയ്യണം. ഇത് ബ്ലാക്കാ. ആദ്യം ഉപ്പി തുടങ്ങാം. യൂട്യൂബിൽ എന്താ കാണിച്ചത്? യൂട്യൂബിൽ കാണിച്ച ആദ്യം ഉപ്പാണ്. ഇല്ല, വൈറ്റ് ആണോ? ബുദ്ധിയുണ്ട് അവന്. ഇതിന് എത്രയാ? അത്രക്കില്ല, അല്ലെങ്കിൽ ഇവളുടെ ടീം ചെയ്യാൻ വരും. കുറച്ചെടുത്താൽ മതി, അത്രയും വേണ്ട. മതി. ഇവരാരും മതി എന്ന് പറഞ്ഞാൽ നിർത്തരുത്, നമ്മൾ ഒന്നും കൂടെ ഉപ്പ് ഇടണം. അപ്പൊ നമ്മുടെ ഇവളാണ് ഉപ്പ് ഇട്ടിട്ട് ഏത് ഡിഷ് അറിഞ്ഞത്? ഉപ്പ് കൂടി. ഇത് ബ്ലാക്ക് പെപ്പർ. അത്ര വേണ്ട, കുറച്ച് മതി. ഇട്ട് നോക്കിയിട്ട് സ്പ്രെഡ്. കുറച്ചുകൂടെ മതി. കുറച്ച് ഉപ്പ്. സോൾട്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇട്ട് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂട്ടാലോ. മതി. മതി. താങ്ക് യു. ഇനി നാരങ്ങ.
ഞാൻ അതൊന്ന് മിക്സ് ആക്കുമ്പോഴത്തേക്കും ഞാനൊരു ലൈം അരിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് ജ്യൂസ് ഒഴിക്കുക. അതിൻ്റെ നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടും നാരങ്ങയിൽ നിന്ന്. ഓക്കെ, യെസ്. എന്തൊക്കെയായിരിക്കണത്? തെയ്യലിനുള്ളിൽ കളിക്കണം മനുഷ്യ. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച്, ഞാൻ പറഞ്ഞില്ലേ മുട്ട അറിയരുത്, മുട്ട ഞാൻ തൊട്ടുവന്ന്. നമുക്ക് നാരങ്ങ കുറിച്ച് ഒഴിക്കാം. മതി, ഒരുപാട് വേണ്ട. ഒന്ന് ഇനി മിക്സ് ആക്കി. പക്ഷെ നാരങ്ങ യൂട്യൂബിൽ കാണിച്ച ഒന്ന് ഫുൾ ഇട്ടെന്നുള്ളതാ. ആദ്യം ഇത് ഉണ്ടാക്ക്, എന്നിട്ട് നോക്ക് എങ്ങനെ ഉണ്ടെന്ന്. അവരപ്പുറത്ത് പറയാനുണ്ട് സ്നേഹൂട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വിസിബിൾ ആണ്, അത് വിസിബിൾ ആണ്. കുറച്ചും കൂടി നന്നായിട്ട് ചെയ്ത് ഉപയോഗിക്കാത്തൊരു സ്പൂൺ എടുത്ത് നമുക്കത് ഉപയോഗിച്ച് ടേസ്റ്റ് ചെയ്യാം. അതിന്റെ ഫ്രണ്ടിൽ തന്നെ എടുത്ത് ടേസ്റ്റ് ചെയ്യും. എന്നെ കൂടി കൂട്ടി പ്രതിയാക്കാനുള്ള പ്ലാനല്ലേ? ആദ്യം ഗണപതിക്ക് വിജയ് സ്റ്റൈൽ. എന്താ ബ്ലാക്ക് പെപ്പർ വെച്ച് കൂടിപ്പോയി. ആണോ? പേടിപ്പിച്ച് ഞാൻ ചുപ്പന്ന്. സെറ്റ് ആയിട്ടുണ്ട് കാഴ്ച.